എവിടായിരുന്നു ഒരു മാസത്തോളം എന്നുള്ള കുറേ ചോദ്യങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടാവും. ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കമൻസ് പോന്നോട്ടെ, വിവരങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യും. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസമായി നമ്മൾ വീഡിയോ മതിയായിരിക്കുന്നു ചാനലിൽ ഇട്ടിട്ട്. ഒരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കറക്റ്റ് അന്ന് വരെ ഞാൻ കറക്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ പോയി തിരിച്ച് വന്നപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കമൻസിൽ പറഞ്ഞോളി. അപ്പം നമ്മളിതാ ഒരു 1 month ബിഫോർ 10-ാം തീയതിയാണ് നമ്മൾ ഒരു ട്രിപ്പ് പോയത് ബാംഗ്ലൂരിലേക്ക്. സെപ്റ്റംബർ 10-ാം തീയതി പുലർച്ചെ 4-4:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നേരെ ഡയറക്റ്റ് ബാംഗ്ലൂർ റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെയും ബുദ്ധിമുട്ടില്ല. റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സ്റ്റോറി തന്നെ പറയാനുണ്ടായിരുന്നു. മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നല്ല അഫോർഡബിൾ റേറ്റിലൊക്കെ തന്നെയാണ് കിട്ടിയത്. പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അത് കറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പറഞ്ഞ ഓരോ കാര്യങ്ങളും നല്ല പോലെയല്ല. പിന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. അപ്പോൾ ഏതാണ് ഹോട്ടൽ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ തന്നെ പറയാം. പിന്നെ ടി വി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടി വി ഉണ്ട്, എ സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എ സി ഉണ്ട്. എ സി ഒന്നും തണുക്കുന്നേ ഇല്ല, ആർക്കോ വേണ്ടിയിട്ട് ഒരു എ സി. പാർക്കിംഗ് ചോദിച്ചാൽ പാർക്കിംഗ് തോനുണ്ട്, പക്ഷേ ഒരു കാറേ പാർക്കിംഗ് ആയുള്ളൂ, കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഒരു റൂമിൻ്റെ കഥയായിരുന്നു. അപ്പോൾ ഏതാ റൂം അറിയണമെന്നുണ്ടെങ്കിൽ കമൻസ് ചോദിച്ചോളി, ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷനപ്പായിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ വിട്ടു കോർണർ ഹൗസിലേക്ക്. മധുരം കഴിച്ചിട്ട് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്രാവശ്യം പിന്നെ വേറെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. തെണ്ടി തിരിഞ്ഞെടുക്കുക, വെറൈറ്റീസ് ഓഫ് ഫുഡുകൾ കഴിച്ചു നോക്കുക. അപ്പം ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ.